ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 കേസുകളിലാണ് അറസ്റ്റ്. ഇന്നലെ രാവിലെ വസതിയിൽ നിന്ന് SIT കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു. പ്രതിയെ ഇന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. S സാരംഗും അതോടൊപ്പം തന്നെ VV അരുണും ഒപ്പം VV വിനോദും കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം S സാരംഗിലേക്ക് കടക്കുകയാണ്. സാരംഗ്, ഇതിപ്പോൾ സ്വർണ്ണപ്പാളി മോഷണ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 11 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുലർച്ചെയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 കേസുകളിലാണെന്ന് മനസ്സിലാക്കുന്നു. അതേതൊക്കെ കേസുകളിലാണ്? ഇനിയുള്ള നിയമനീക്കം അതെങ്ങനെയാണ്? തീർച്ചയായും അറിയാം, ഇന്നലെ രാത്രി മുഴുവൻ, അതായത് ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 മണിയോടുകൂടിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് പുലർച്ചെ 4 മണിയോടുകൂടി വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ നിന്നും പിന്നെ 7 മണി കഴിയുന്നതോടുകൂടി ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിലും പിന്നെ ഒപ്പം തന്നെ കട്ടിള, അതായത് ഈ ഒരു വാതിൽപ്പടിയിലെ കട്ടിളയിലെ സ്വർണ്ണമോഷണത്തിലും കൂടിയാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു SITയുടെ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച ആദ്യ അറസ്റ്റാണ്. മാത്രമല്ല ഇതിന്റെ തുടർച്ചയായി പല നിർണായക വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണമൊരുക്കി ഈ ജീവനക്കാർക്കടക്കം വീതിച്ചു നൽകിയെന്നടക്കമുള്ള പല നിർണായക വിവരങ്ങളും ഈ ഒരു അന്വേഷണ സംഘത്തിന് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല തുടർന്ന് അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ഒരു 2 കേസുകളിലും 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഒരു വിവാദവുമായി, ഈ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് തന്നെ റാന്നിയിലേക്ക് എത്തിക്കും. തുടർന്ന് ഈ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് അന്വേഷണങ്ങളും മറ്റും ഉണ്ടാവുക. ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ലഭിച്ച സ്വർണ്ണത്തേക്കാൾ ഏറെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടെന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അന്വേഷണ സംഘമായതുകൊണ്ട് തന്നെ തുടക്കം തന്നെ വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒരു ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ തിരുവനന്തപുരത്തെ ഇഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടരുകയാണ്. ഇവിടെ നിന്ന് ഏത് നിമിഷവും ഈ ഒരു പത്തനംതിട്ട റാന്നിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സാരംഗ് തുടരുക. ഇപ്പോൾ VV വിനോദ് കൂടി നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ, ആദ്യ അറസ്റ്റ് അത് ഉണ്ടായിരിക്കുന്നു. വളരെ നിർണായകമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. അതായത് ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഈ സ്വർണം വിറ്റ് പണം എല്ലാവരും വീതിച്ചെടുത്തു എന്ന തരത്തിലുള്ള നിർണായകമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇനി പിന്നാലെ അറസ്റ്റിലാവാൻ ഒരു നീണ്ട നിര തന്നെ, അത് ഉദ്യോഗസ്ഥരുടേതാകാം, ബോർഡ് അംഗങ്ങളുടേതാകാം, അതിങ്ങനെ പിന്നാലെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം, അല്ലേ? ആര്യ, ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത്. 1-ാം പ്രതിയായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണനെ 1-ാം പ്രതിയാക്കി ഉള്ള കേസുകളിൽ ഈ വിശദീകരണം വരുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി കൊണ്ടുപോയി എന്നതാണ്. പക്ഷേ ഈ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം വിറ്റു എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മൊഴി ഇതുവരെ നൽകിയിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിരപരാധിത്വം പറയുന്നു എന്നതാണ്. പക്ഷേ അത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഏതാണ്ട് 3.5 കിലോ സ്വർണത്തിൻ്റെ കുറവാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ കുറവായി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ദേവസ്വം ബോർഡ് രജിസ്റ്റർ ചെയ്ത മഹസറിൽ, അവരുടെ മഹസറുണ്ട്, ഈ സ്വർണം കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ ഔദ്യോഗിക രേഖയായി കൈകാര്യം ചെയ്തിട്ടുള്ള മഹസറിൽ ചെമ്പ് പാളികൾ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് സ്വർണം പതിച്ച പാളികൾ കൊണ്ടുപോയെങ്കിൽ അത് എന്തുകൊണ്ട് ചെമ്പ് പാളിയായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഈ ദേവസ്വം ബോർഡ് പോലും ഇതിൽ 8-ാം പ്രതിയായി വരുന്നത്.
ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അവിടം കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. ആരൊക്കെ പിന്നീട് ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും എന്നത് തന്നെയാണ് പ്രധാനം. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റേറ്റ് ഏജൻസിയുടെ അന്വേഷണമാണ്. വിജിലൻസ് ആണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. പക്ഷേ EDയുടെ അന്വേഷണം, CBI അന്വേഷണം ഇത് ആവശ്യപ്പെടാനുള്ള തീരുമാനം ഉണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് കോടതി വഴിയോ അല്ലെങ്കിൽ CBI അന്വേഷണത്തിനാണെങ്കിൽ സ്റ്റേറ്റ് അതിനൊരു വിജ്ഞാപനം പുറത്തിറക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകും. അങ്ങനെയാണെങ്കിൽ EDയുടെ വിപുലമായ അന്വേഷണം, ഈ ED ഇതിൽ പ്രാഥമികമായ ചില പരിശോധനകൾ നടത്തുന്നു എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊരു ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് മാറുകയും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കേസിലെ പ്രതികളെ കേന്ദ്ര ഏജൻസികൾ കസ്റ്റഡിയിൽ എടുക്കുന്ന നില വരും. അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നേരത്തെയൊക്കെ നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസിലടക്കമുള്ള സംഭവങ്ങളിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാർ പ്രതികളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അവർക്കുമേൽ ഒരു സമ്മർദ്ദം ചെലുത്തി സ്റ്റേറ്റിന് എതിരെയുള്ള മൊഴികൾ വാങ്ങുന്നു എന്ന പരാതി ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത ചരിത്രവുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഏജൻസിയുടെ കൈകളിലേക്ക് ഈ പ്രതികൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിനും വലിയ ആശങ്കയുണ്ട്, CPMന് ആശങ്കയുണ്ട്, സർക്കാരിന് ആശങ്കയുണ്ട്. ഇതിൽ അത് പറയാൻ കാരണം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ വിമർശനം വരുന്നുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെയുള്ള വിമർശനമുണ്ട്. മറ്റൊരു പ്രസിഡന്റായിരുന്ന വാസു, അദ്ദേഹം നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു, അദ്ദേഹം കൈകാര്യം ചെയ്ത സമയത്താണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അയ്യപ്പ സംഗമം പോലെ വലിയ പരിപാടി നടത്തി അത് നേരത്തെ ഉള്ള യുവതീ പ്രവേശത്തിൻ്റെ ഒരു ഡാമേജ് മാറ്റാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്ന സമയത്ത് ഈ അയ്യപ്പ സംഗമം നടത്തുന്നു. എന്നാൽ തൊട്ട് പിന്നാലെ വരുന്നത് ഇടുത്തി പോലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ആ പാളി എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. കട്ടളയിലെ സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും ഒക്കെ എവിടേക്ക് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ആര് കൊണ്ടുപോയി? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലേക്ക് പോയാൽ ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ പേരുകൾ പറയുമോ എന്നതടക്കമുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ന് പത്തനംതിട്ട റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഈ മൊഴികൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന് വലിയ ഇടപെടൽ സാധ്യമല്ല. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണമാണ്. സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആശങ്ക ഇല്ല എന്ന് കേന്ദ്രങ്ങൾ പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി, മറ്റ് തെളിവുകൾ ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ തന്നെ ഈ പാളുകൾ കൊണ്ടുപോയപ്പോൾ സിനിമാ താരം ജയറാമിൻ്റെ വീട്ടിലടക്കം കൊണ്ടുപോയി അവിടെ നിന്നൊന്നും പണം വാങ്ങിയിട്ടില്ല എന്ന ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി. എങ്കിൽ ഈ സ്വർണം എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതെങ്കിലും സമ്പന്നർക്ക് നൽകിയോ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ഇത് ചില സമ്പന്നർക്ക്, കോടീശ്വരന്മാർക്ക് വിറ്റു എന്ന കാര്യമാണ് പറയുന്നത്. ഏതായിരുന്നാലും വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ, അവിടുത്തെ സമ്പന്നർ, അവരെയൊക്കെ സംബന്ധിച്ച് ശബരിമല വളരെ വൈകാരികമായ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ, അവരുടെ വീടുകളിൽ വെച്ചിട്ടുണ്ടോ, അതിന് വലിയ തോതിലുള്ള പണം വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി, കോടതിയുടെ മുമ്പിലെത്തുന്ന റിപ്പോർട്ട്, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആര്യ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ആരുടെ പക്കലാണ് ഉള്ളത് എന്ന് കണ്ടെത്തുക എന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തന്നെയാകും അതിലേറെ നിർണായകമായി വരിക. ഇനിയുള്ള നീക്കങ്ങൾ, ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ, അത് വളരെ തിടുക്കത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയല്ലേ നമുക്ക് കാണുന്നത്? ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക, ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള മറ്റ് പരിശോധനകൾ നടത്തുക എന്നുള്ളത് വളരെ തിടുക്കത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ നടക്കാൻ, അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? ആര്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ശാസ്ത്രീയമായ തെളിവുകളാണ്. ഇത് സ്വർണം പൊതിയുക, സ്വർണം പൂശുക, ഇങ്ങനെ ടെക്നിക്കലി രണ്ട് കാര്യങ്ങളാണ്. സ്വർണം പൊതിയുക എന്നത് ഈ ചെമ്പ് പാളിക്ക് മുകളിൽ തന്നെ സ്വർണത്തിൻ്റെ പ്ലേറ്റ് പതിക്കുക എന്നതാണ്. സ്വർണം പൂശുക എന്നത് ഒരു കെമിക്കൽ വഴിയുള്ള ഒരു പ്രക്രിയയാണ്, ഒരു രാസപ്രക്രിയയാണ്. അത് ശബരിമലയിൽ വെച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. നമുക്കറിയാം,
ഈ കാഡ്മിയത്തിൻ്റെയൊക്കെ പുറത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലോ മറ്റു കാര്യങ്ങളോ ഒക്കെ പൊതിയുന്ന എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ടാങ്കുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അത് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വലിയ പ്ലാന്റൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന ഒരു രാസപ്രക്രിയയാണ്. പക്ഷേ ശബരിമല പോലെ സന്നിധാനം പോലെ ചെറിയൊരു പ്രദേശത്ത് അങ്ങനെയുള്ള സ്വർണം പൂശൽ നടക്കില്ല, സ്വർണം പൊതിയലേ നടക്കൂ. അതാണ് വിജയ് മല്യ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ നേർച്ചയായി ശബരിമലയിൽ അദ്ദേഹം ചെയ്ത കാര്യം സ്വർണം പൊതിയലാണ്. അതായത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്ന് നേരത്തെ ഉള്ള ചെമ്പ് തകിടിന് മുകളിൽ പതിക്കുക എന്നതാണ്. ആ ഒരു പാളികൾ ഇവിടെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണം പൂശാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പാളികൾ ഒന്നാകെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ശരിയല്ല. കാരണം പൊതിഞ്ഞ സംഗതിയാണ്. നേരത്തെ ഉള്ള പാളികൾക്ക് മുകളിൽ സ്വർണം പൊതിഞ്ഞ സംഗതിയാണ്. അത് ഒരു പാളിക്ക് മുകളിൽ മറ്റൊരു പാളി വെച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള നിരവധി പാളികളാണ്, സ്വർണത്തിൻ്റെ പാളികളാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് ചെമ്പ് പാളികൾ എങ്ങനെ ആണെന്ന് എങ്ങനെ മഹസറിൽ എഴുതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മുതൽ ഇതിൻ്റെ തട്ടിപ്പ് തുടരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു എന്നതിന് പകരം അത് വെട്ടിത്തിരുത്തി ചെമ്പ് പാളികൾ കൊണ്ടുപോകുന്നു എന്ന് എഴുതിയ ആൾ ഉൾപ്പെടെ അന്നത്തെ ദേവസ്വത്തിൻ്റെ ചുമതലക്കാർ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങും. അതിന് മുകളിലേക്ക് രാഷ്ട്രീയക്കാർ ഇതിൽ ഉൾപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്നത്തെ ദേവസ്വം മന്ത്രിയോ അന്നത്തെ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകളോ ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴികൾ ഒരു സ്റ്റേറ്റ് ഏജൻസിക്കാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയിലേക്ക് പോകാനൊന്നും സംസ്ഥാനം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നൊരു സമയമാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഉദ്യോഗസ്ഥരുടെ മേലേക്ക് പോകുമെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, ഇപ്പോൾ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോകുന്ന നില വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്റ്റേറ്റിൻ്റെ കാര്യം കൂടുതൽ പരിങ്ങലിലാകും. നമുക്കറിയാം, ലൈഫ് മിഷൻ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും വളരെ തിടുക്കപ്പെട്ട് ഒന്നും ചെയ്യാതിരുന്നു ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഏജൻസികൾ വരുന്നു എന്നൊരു അവസ്ഥയെത്തിയപ്പോൾ ഈ രേഖകളെല്ലാം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് അന്ന് സംസ്ഥാന വിജിലൻസിൻ്റെ പ്രവർത്തനമുണ്ടായി. ആ സമയത്തും വിവാദം ഉയർന്നു വന്നതാണ്. രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഏജൻസികളുടെ കൈകളിലേക്ക് ഈ രേഖകൾ എത്താതിരിക്കാൻ വേണ്ടി രേഖകളെല്ലാം സ്റ്റേറ്റ് ഏജൻസികൾ എടുക്കുന്നു എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ അന്ന് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഏതായിരുന്നാലും തിടുക്കപ്പെട്ട് ഇത്രയും ദിവസം ഇല്ലാതിരുന്ന തരത്തിൽ ഇന്നലെ BJPയുടെ സമരമുണ്ടാകുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ മോർച്ചയുടെ സമരമുണ്ടാകുന്നു. രാജീവ് ചന്ദ്രശേഖർ അവിടെ പ്രഖ്യാപനം നടത്തുന്നു, കേന്ദ്ര ഏജൻസികളെ സമീപിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൊണ്ടുവരുമെന്ന കാര്യം പറയുന്നു. തൊട്ട് പിന്നാലെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇതിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടി വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്നത് വളരെ വ്യക്തമായ സംഗതിയാണ്.